താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ മരിച്ച ഷഹബാസിന്റെ വീടിന് സമീപം എത്തിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇപ്പോൾ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ താമരശ്ശേരി വിദ്യാർത്ഥി മരിച്ച വിഷയത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ കാണുന്നത് ഷഹബാസിനെ വീടിന് സമീപം എത്തിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഷഹബാസിനെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഈ വിദ്യാർത്ഥി ആരാണ്? ഷഹബാസിന്റെ സുഹൃത്താണോ? വിവരങ്ങൾ എങ്ങനെയാണ്? ഈ സംഘർഷം നടന്നതിന് പിന്നാലെ പരിക്കേറ്റ ഷഹബാസിനെ അവിടെ വീട്ടിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സ്കൂട്ടറിലാണ് ഷഹബാസിനെ വീടിന്റെ പരിസരത്ത് ഇറക്കി പോകുന്നത്. ആ ഇറക്കി പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ സമയത്തൊന്നും തന്നെ ഷഹബാസിന്റെ പരിക്ക് അത്ര പുറത്ത് പ്രകടമായിരുന്നില്ല. പിന്നീടാണ് ഷഹബാസ് ഛർദി ഉണ്ടാവുകയും അബോധാവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. മാത്രമല്ല, ഇങ്ങനെയൊരു സംഘർഷം, അതായത് ഒരു ചെറിയൊരു വഴക്കുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഷഹബാസ് വീട്ടിൽ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് വലിയൊരു സംഘർഷമാണ് അത് എന്ന് ഷഹബാസ് വ്യക്തമാക്കിയിരുന്നില്ല എന്നുള്ളതാണ് കുടുംബമായും അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. പിന്നീടാണ് ഛർദി ഉണ്ടാവുകയും അബോധാവസ്ഥയിലാകുകയും ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് അത് ഗുരുതരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ വെച്ചാണ് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി ഷഹബാസ് മരണത്തിലേക്ക് സാഹചര്യം ഉണ്ടായത്. റിയാസ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ വണ്ടി ഓടിച്ചിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥിയാണ്. തീർച്ചയായും പ്രായപൂർത്തിയാകാത്ത ഒരാളാണ്. വാഹന ലൈസൻസോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അത്തരത്തിലുള്ള നിയമലംഘനം കൂടിയാണ് വിദ്യാർത്ഥികൾ അവിടെ നടത്തിയിട്ട് കാണുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? മറ്റാരുടെയെങ്കിലും പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ DD ഇവിടെ മോർച്ചറിയിൽ എത്തിയിരുന്നു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ, അത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിരുന്നു. വിശദമായ റിപ്പോർട്ടിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമഗ്ര അന്വേഷണത്തിനായി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് DDയും ഒപ്പം തന്നെ ഈ എളയറ്റിൽ NJHSS സ്കൂളിന്റെ ഡെപ്യൂട്ടി HMM അടക്കമുള്ള ആളുകൾ ഇവിടെ മോർച്ചറിക്ക് മുൻപിലെത്തിയത്. DD കാര്യങ്ങൾ ബന്ധുക്കളിൽ നിന്നുൾപ്പെടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. DD പറഞ്ഞത് കൊലപാതകം വളരെയധികം വേദനാജനകമാണ്. പ്രത്യേകിച്ച് SSLC പരീക്ഷ നടത്താനിരിക്കുന്ന ഒരു വേളയിൽ ഒപ്പം സംഘർഷത്തിലാണ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് എന്നുള്ളത് വളരെയധികം ഗൗരവകരമാണ്. ഇക്കാര്യത്തിൽ വകുപ്പ് തല അന്വേഷണം എന്തായാലും ഉണ്ടാകും. മാത്രമല്ല, ഇതൊരു സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് ഇങ്ങനെയൊരു സംഘർഷം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ DJ പാർട്ടി നടന്നിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ ട്യൂഷൻ സെന്ററിനെതിരെ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് ഇപ്പോൾ ഒരു നിയമപരമായിട്ടുള്ള സാഹചര്യമില്ല. പക്ഷേ പോലീസിനെ ഉപയോഗിച്ച് നടപടിയെടുക്കാൻ സാധിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നടപടിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ സ്വകാര്യ ട്യൂഷൻ സെന്റർ നടത്തുന്നത് ഒരു എയ്ഡഡ് അധ്യാപകനാണെന്നുള്ളൊരു വിവരമുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷിക്കും. അത് എയ്ഡഡ് അധ്യാപകനാണെങ്കിൽ, നിലവിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അധ്യാപകരാണ് അത് നടത്തുന്നതെങ്കിൽ അവർക്കെതിരെ വകുപ്പ് തല നടപടി ഉറപ്പായും ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി DD C മനോജ്കുമാർ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ എളയറ്റിൽ സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള ഡെപ്യൂട്ടി HM ആയിട്ടുള്ള മുഹമ്മദ് ഇസ്മായിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഷഹബാസ്. മുൻപ് ഇത്തരം ഒരു സംഘർഷങ്ങൾക്കൊന്നും ഷഹബാസ് പോകാത്ത ഒരാളാണ്. ഷഹബാസിനെ അങ്ങനെ ഒരു അച്ചടക്ക ലംഘനം ഇതുവരെ നടത്താത്ത ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഷഹബാസിനെ മറ്റുള്ളവർ വിളിച്ചു കൊണ്ടുപോയതാകാനുള്ള ഒരു സാധ്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന് സിദ്ദീഖ് മലബാറി എന്ന് പറയുന്ന PTA പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞത് ഈ വിദ്യാർത്ഥികളുടെ ചില ഇത്തരത്തിലുള്ള ചാറ്റ് ഗ്രൂപ്പുകൾ നേരത്തെ കണ്ടെത്തിയപ്പോൾ അതിൽ നടപടിയെടുത്തിരുന്നു. എന്നാൽ ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷമുള്ള സംഭാഷണങ്ങൾ പുറത്തു വന്ന ചാറ്റ് ഗ്രൂപ്പിനെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ മാത്രമാണ് അധികൃതർ അറിയുന്നത്. അതിൽ ഈ എളയറ്റിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സ്കൂൾ അധികൃതർ റിയാസ് KMR ആണ് വിശദാംശങ്ങൾ നൽകിയത്.